ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ട ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒരു മുട്ട ബിരിയാണി തയ്യാറാക്കി നോക്കൂ, പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് ഇത് മാറും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. എന്നാൽ ശരി, വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നേ നോക്കാം. നമ്മുടെ ഈ മുട്ട ബിരിയാണി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 6 മുട്ട വെള്ളത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മുട്ടയും ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഒരുപാട് ആഴത്തിൽ ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം എന്നുള്ള ആവശ്യമില്ല. ഇതുപോലെ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഞാനൊന്ന് വരഞ്ഞു കൊടുക്കുന്നത്. എല്ലാ മുട്ടയും ഒന്ന് വരഞ്ഞു കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകളും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി, ഇതിനോടൊപ്പം തന്നെ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് ബൗളൊന്ന് കുലുക്കി കൊടുത്താൽ മതിയാവും. നമ്മുടെ മസാല എല്ലാം മുട്ടയിൽ നന്നായിട്ടൊന്ന് പുരണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് അരിയാണ്. ഞാനിപ്പോൾ ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് കൈമ റൈസോ ജീര റൈസോ ഉപയോഗിക്കാവുന്നതാണ്. ഏത് റൈസ് ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 2 കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത്. അതായത് 400 ഗ്രാം അളവിലാണ് ഞാനിപ്പോൾ അരി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മുടെ അരിയെല്ലാം ഒന്ന് കഴുകിയെടുക്കാം. 2-3 തവണ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരി കഴുകിയെടുക്കണം. ഇതുപോലെ 2-3 വെള്ളത്തിൽ അരി നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതൊരു 30 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വെച്ചിരുന്നാൽ അത്രയും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും, കുറഞ്ഞത് ഒരു 15 മിനിറ്റ് എങ്കിലും നമ്മൾ ഇതിങ്ങനെ ഒന്ന് വെച്ചിരിക്കണം. അപ്പോഴത്തേക്കും കുറച്ചൊന്ന് സോഫ്റ്റ് ആവും നമ്മുടെ അരി. അത് കാരണം പെട്ടെന്ന് തന്നെ ഒന്ന് വേവിച്ചെടുക്കാൻ നമുക്ക് പറ്റും. ആദ്യം നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിയൊരു കടായിലേക്ക് ഞാനിപ്പോൾ ഒരു 3 ലിറ്റർ അളവിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു തുടങ്ങുകയാണ്. ഇതുപോലെ തിളച്ചു തുടങ്ങുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും, മുഴുവൻ പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക്, ഒരു 4 ഗ്രാമ്പു, ഒരു ചെറിയ 2 പീസ് അളവിൽ കറുവാപ്പട്ടയും വഴനയിലയും എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. കൂടെ തന്നെ ഈ വെള്ളത്തിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാരയും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര വെള്ളത്തിലേക്ക് ചേർക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ ഈ ചോറിനുണ്ടാകും കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതിനോടൊപ്പം ഒരു 2 ടീസ്പൂൺ അളവിലെ എണ്ണയും ഒരു പകുതി നാരങ്ങ ഇതുപോലെ എടുത്തിട്ടുണ്ട്, ആ നാരങ്ങയും കൂടി ചേർക്കാം, നാരങ്ങയുടെ നീര് കൂടി. ഇനി നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ചൊന്ന് വെന്ത് വരണം. ഒരു 90% മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഒരുപാട് നല്ലതുപോലെ കംപ്ലീറ്റ് ആയിട്ട് അത് വേവിച്ച് കുക്ക് ചെയ്തെടുക്കരുത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അതായത് 80 അല്ലെങ്കിൽ 90% അത്രയും മാത്രമേ വേകാൻ പാടുള്ളൂ. അതായത് നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെയാണ് ബിരിയാണി വെക്കുന്നതെങ്കിൽ 80% വേവിച്ചെടുത്താൽ മതിയാവും. കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ 90% വേവിച്ചെടുക്കണം എന്നുള്ള ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ഈ റൈസ് എല്ലാം ഒന്ന് വെന്ത് വരട്ടെ. അരി വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഈ ഒരു കടായിലാണ് നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അത്യാവശ്യം ആവട്ടമുള്ള ഒരു വലിയ കടായി വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ മാത്രം എണ്ണ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഈ മുട്ടയൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നല്ലതുപോലെ തന്നെ ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ മുട്ട എല്ലാം ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ഈ മസാലയുടെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം മാറി കിട്ടണം. ഈ ഒരു സമയം എണ്ണ കൂടുതൽ ചേർക്കരുത്. എണ്ണ കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മസാല എല്ലാം എണ്ണയിലേക്ക് പോകും, പകരം മുട്ട മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ എണ്ണ വളരെ കുറച്ച് ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഒരല്പസമയം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് തന്നെ മുരിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ മുട്ടയുടെ പുറം ഭാഗം ചെറുതായിട്ടൊന്ന് ഹാർഡായിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ഇനി കൂടുതൽ സമയമായിട്ട് നമ്മളിത് വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് അതേ കടായിലേക്ക് തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ റിഫൈൻഡ് ഓയിൽ ചേർക്കുകയാണ്. കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി. എണ്ണയും നെയ്യൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. ഞാനിപ്പോൾ ഒരു 3 മീഡിയം സൈസിലുള്ള സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. സവാള ചേർത്ത് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി ഒരു ഗോൾഡൻ കളർ ആകട്ടെ, അതുവരെയും ഒന്ന് വഴറ്റി കൊടുക്കാം. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഇതൊന്ന് വഴറ്റി കിട്ടും. ഈ ഒരു സമയം ഉപ്പൊന്നും ചേർക്കരുത്. ഉപ്പൊന്നും ചേർക്കാതെ വേണം കേട്ടോ നമ്മളിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്.
ഇതുപോലെ ഒരല്പസമയം ഞാൻ ഒന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ സവാള എല്ലാം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരല്പം ഞാനൊന്ന് മാറ്റി വെക്കുകയാണ് നമ്മുടെ ചോറിന് മുകളിലായിട്ട് ഇടാനായിട്ട്. ഈ ഒരു അളവിൽ മാത്രമാണ് മാറ്റി വെക്കുന്നത്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു പീസ് അളവിൽ വയനയിലയും ഒരു 3 ഗ്രാമും ഒരല്പം കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുകയാണ്. ഇനി നന്നായിട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മുടെ പട്ടയും ഗ്രാമ്പും എല്ലാം ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 തക്കാളി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ നമ്മുടെ തക്കാളിയുടെ ഒരു പച്ച ടേസ്റ്റ് എല്ലാം ഒന്ന് മാറി വരട്ടെ. നന്നായിട്ട് തന്നെ ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർക്കാം. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടിയാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഈ സമയത്തൊക്കെ ഒന്ന് കുറച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഒരുപാട് ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല. മസാലയുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കാവുന്നതാണ്. ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർക്കാവുന്നതാണ്. മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർക്കരുത്, നല്ല ചൂടുള്ള വെള്ളം വേണം കേട്ടോ ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഗ്രേവിയിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ്. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് ഒരല്പം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുട്ടയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പോൾ നല്ലതുപോലെ മസാലയൊക്കെ ഒന്ന് മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ റൈസ് എന്തായി നോക്കാം. ഇത്രയും സമയം കൊണ്ട് നമ്മുടെ റൈസ് എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഏകദേശം ഒരു 90% ഒന്ന് വെന്തിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ കംപ്ലീറ്റ് വെള്ളവും ഒന്ന് മാറ്റാം. ഇനി നമ്മുടെ ഈ ചോറിലെ കംപ്ലീറ്റ് വെള്ളവും ഒന്ന് മാറ്റിയിട്ട് ഈ റൈസ് നല്ല ചൂടോടുകൂടി തന്നെ നമ്മുടെ ഗ്രേവിയിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ചോറൊക്കെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ഒരല്പം പാലിലേക്ക് കുങ്കുമപ്പൂവും കൂടി ചേർത്തിട്ട് ഒന്ന് കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ് കേട്ടോ. അതൊന്ന് ചേർത്ത് കൊടുക്കാം. അതല്ല നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുങ്കുമപ്പൂ ഇല്ലാന്നുണ്ടെങ്കിൽ പാലിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് ചേർക്കാവുന്നതാണ്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഫ്രൈഡ് ഓണിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി, അതുപോലെ തന്നെ നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി നമ്മുടെ ബിരിയാണിക്ക് മസ്റ്റ് ആയിട്ട് വേണം, അതും കൂടി ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് നല്ല കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ബിരിയാണിയിലേക്ക് എല്ലാ മസാലകളും ആ ടേസ്റ്റും ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ മണം തന്നെ ഒരു രക്ഷയില്ല. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു എഗ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒരു ബിരിയാണി നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്.